52 പേരുടെ ജീവൻ കവർന്ന കടലുണ്ടി തീവണ്ടി അപകടത്തിന് ഇന്ന് കാൽ നൂറ്റാണ്ട്. മംഗലാപുരത്ത് നിന്ന് ചെന്നൈയിലേക്കുള്ള ചെന്നൈ മെയിൽ പാലത്തിൽ നിന്നും വൻ ശബ്ദത്തോടെ പുഴയിൽ പതിച്ചാണ് അപകടമുണ്ടായത്. പെരുമൺ തീവണ്ടി ദുരന്തത്തിന് ശേഷം സംസ്ഥാനം കണ്ട വലിയ ട്രെയിൻ അപകടമായിരുന്നു കടലുണ്ടി ട്രെയിൻ അപകടം. സമൂഹമാധ്യമങ്ങൾ സജീവമല്ലാത്ത കാലത്ത് അപകടത്തിന്റെ ദൃശ്യങ്ങൾ മലയാളികൾ ആദ്യം കണ്ടത് കൈരളി ന്യൂസിന്റെ ക്യാമറ കണ്ണുകളിലൂടെയായിരുന്നു. മലയാളികളുടെ മനസ്സിനെ പിടിച്ചുകുലുക്കിയ സംഭവമാണ് കടലുണ്ടി തീവണ്ടി അപകടം. കനത്ത മഴയത്തും ഇരുട്ടിലും നാട്ടുകാരും മത്സ്യത്തൊഴിലാളികളും സ്വന്തം ജീവൻ പണയം വെച്ച് നടത്തിയ രക്ഷാപ്രവർത്തനമാണ് മരണസംഖ്യ 52-ൽ ഒതുങ്ങാൻ കാരണം. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്ന് ഇതുവരെ ഈ നാട് പൂർണ്ണമായും മോചിതരായിട്ടില്ല. ഇരുപത്തിയഞ്ച് വർഷം കഴിഞ്ഞിട്ടും അപകടം നടന്നത് ഇന്നലെ കഴിഞ്ഞതുപോലെ ഓർമ്മയുണ്ടെന്ന് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ കടലുണ്ടി സ്വദേശിയും മുൻ സൈനിക ഉദ്യോഗസ്ഥനുമായ വേലായുധൻ പറമ്പിൽ കൈരളി ന്യൂസിനോട് പറഞ്ഞു. വെള്ളം വേലിയേറ്റം വേലിയിറക്കം നടക്കുന്ന സ്ഥലമാണ് ഇവിടെ. ആയതിനാൽ തന്നെ ആ സമയത്ത് വേലി കയറ്റിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. പുഴയിൽ അത്യാവശ്യം വെള്ളമുള്ള സമയമായിരുന്നു. അതിനെക്കൊണ്ട് വെള്ളത്തിൽ ഇറങ്ങാനുള്ളൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ശരി, അതൊക്കെ തരണം ചെയ്ത് കണ്ട് തന്നെ മാക്സിമം ആളുകളെ ഇറങ്ങി ഏകദേശം എന്ന് പറഞ്ഞാൽ ട്രെയിനകത്തുള്ളവരെ മുഴുവൻ രക്ഷിക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. കൂടുതൽ മരണസംഖ്യ കൂടേണ്ടതായിരുന്നു. രക്ഷാപ്രവർത്തനം ദീർഘിച്ച് പോവുകയായിരുന്നെങ്കിൽ. എന്നാലും രാത്രി ഏകദേശം ഒരു മണിയോടെ കൂടെ തന്നെ രക്ഷാപ്രവർത്തനങ്ങളെല്ലാം കംപ്ലീറ്റ് ആയി. ട്രെയിനകത്തിരുന്നവരെല്ലാവരും തന്നെ ഞങ്ങൾക്ക് പുറത്തെടുക്കാനും അതേപോലെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാനും പറ്റിയിട്ടുണ്ട്. സംഭവ സ്ഥലത്ത് നിന്നും ലഭിച്ച ബാഗും പേഴ്സും പണവും ആഭരണങ്ങളും അടക്കം വിലപിടിപ്പുള്ള സാധനങ്ങൾ ഒന്നുപോലും നഷ്ടപ്പെടാതെ അപകടത്തിൽപ്പെട്ടവരെയും ബന്ധുക്കളെയും പിറ്റേന്ന് രാവിലെ തന്നെ തിരിച്ചേൽപ്പിച്ചതും രക്ഷാപ്രവർത്തനത്തിന്റെ മഹനീയ മാതൃകകളിൽ ഒന്നായി മാറി. മുഴുവൻ നാട്ടുകാരും കൈമെയ് മറന്നുകൊണ്ട് പ്രവർത്തിച്ചതിനാലാണ് മരണസംഖ്യ കുറക്കാൻ സാധിച്ചതെന്ന് രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയായിരുന്ന ഉദയൻ കാർക്കോളി കൈരളി ന്യൂസിനോട് പറഞ്ഞു. ആളുകൾ രണ്ട് കൈയും ചങ്ങല പിടിച്ചുകൊണ്ട് രണ്ട് ഭാഗത്തു നിന്നിട്ട് മറ്റൊരു വാഹനം കടത്തിവിടാതെ ഈ കടലുണ്ടിയിൽ അപകടത്തിൽപ്പെട്ട വാഹനങ്ങളെ മാത്രം കടത്തിവിട്ടു എന്നതാണ് ഇതിൻ്റെ ചരിത്രപരമായിട്ട് ഒരു രക്ഷാപ്രവർത്തനത്തിൽ നിർത്തി. അപ്പോൾ അവരൊക്കെ അതുവരെയുള്ള കിലോമീറ്റർ 25 കിലോമീറ്റർ മെഡിക്കൽ കോളേജിലേക്ക് ദൂരമുണ്ട്. അത്രയും സമയം ആളുകൾ ഈ കൈപിടിച്ച് കോർത്ത് മറ്റ് വാഹനങ്ങളൊന്നും പോകാതെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയായി എന്നത് തന്നെ ലോകത്തിന് മാതൃകയായ രക്ഷാപ്രവർത്തനമാണ്. 2.5 മാസം കൊണ്ട് പാലം പൂർണ്ണമായും പുതുക്കി പണിത ശേഷമാണ് ഈ ലൈനിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ഒന്നും രണ്ടുമല്ല, 50-ലേറെ ജീവനുകളാണ് കടലുണ്ടി തീവണ്ടി അപകടത്തിൽ പൊലിഞ്ഞത്. അപകടത്തിന്റെ കാരണം ഇന്നും ദുരൂഹമായി തുടരുന്നു. റെയിൽവേ ഇക്കാര്യം ഇനിയും വ്യക്തമാക്കിയിട്ടില്ല. ക്യാമറമാൻ ജോൺസൺ KG-ക്കൊപ്പം ചേതൻ സാജൻ, കൈരളി ന്യൂസ്, കോഴിക്കോട്.